വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ BGF തിരിച്ചടയ്ക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. വരുമാന വിഹിതം പങ്കുവയ്ക്കണമെന്ന നിലപാട് ആവർത്തിക്കുന്നു. രാജ്യസഭയിൽ ഹാരിസ് ബീരാന്റെ ചോദ്യത്തിനാണ് ഈ മറുപടി. സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി. അസിത, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന BGF പലതവണകളായി തിരിച്ചടയ്ക്കണം എന്നുള്ള കേന്ദ്രത്തിന്റെ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹാരിസ് ബീരാൻ MPയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഇക്കാര്യം വീണ്ടും കേന്ദ്രം സൂചിപ്പിച്ചത്. ഇതിൽ ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിലടക്കം MPമാർ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്ത് അയച്ചിരുന്നു. എന്നാൽ വീണ്ടും ഇക്കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. ഇതുവരെയുള്ള BGF മാനദണ്ഡങ്ങൾക്കൊക്കെ വിരുദ്ധമായാണ് കേരളത്തോട് കാണിക്കുന്നതെന്നും ഈ BGFന്റെ പൊതുനയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് കേരളത്തോട് മാത്രം ഒരു രാഷ്ട്രീയ പകപോക്കലാണ് ഇതിലൂടെ നടത്തുന്നതെന്നും എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല, ഈ BGF എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡായാണ് സാധാരണ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാറുള്ളത്. എന്നാൽ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ അതിനെ വായ്പയായി കണക്കാക്കിക്കൊണ്ട് പല തവണയായി ഇത് തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതിൽ കേരളം മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത് തൂത്തുക്കുടിക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഈ BGF അനുവദിച്ചിരുന്നു. 1400 കോടിയോളം രൂപ അനുവദിച്ചപ്പോൾ അതിന് തിരിച്ചു വായ്പ അടയ്ക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ തൂത്തുക്കുടിയെ പോലെ തന്നെ പരിഗണിക്കണം വിഴിഞ്ഞം എന്നുള്ള കാര്യമാണ് കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് നടക്കില്ല എന്ന് കേന്ദ്ര ധനമന്ത്രി തന്നെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. തൂത്തുക്കുടിയെയും വിഴിഞ്ഞത്തെയും പരസ്പരം താരതമ്യം ചെയ്യാൻ കഴിയില്ല. തൂത്തുക്കുടി എന്നുള്ളത് കേന്ദ്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന പദ്ധതിയാണ് എന്നുള്ള മറുപടിയാണ് ധനമന്ത്രാലയം നൽകിയത്. എന്തായാലും ഇത് കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഇത്തരം വായ്പ പലതവണകളായി വായ്പ അടയ്ക്കേണ്ടി വരുമ്പോൾ അധികമായി കേരളത്തിന് ഒരു 12,000 കോടിയോളം രൂപയുടെ ബാധ്യതയാണ് കേരളത്തിനുണ്ടാവുന്നത്. മാത്രമല്ല, ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം കൊണ്ട് തന്നെ GST ഇനത്തിൽ കൂടി കേന്ദ്രത്തിന് തുക ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ കേരളത്തോടൊരു രാഷ്ട്രീയ പകപോക്കൽ തന്നെ നടത്തുന്നത്. ഇതിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന് മാത്രമായുള്ള ഒരു പദ്ധതിയല്ല, ഒരു രാജ്യാന്തര പദ്ധതിയിൽ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ പിന്തുണ നൽകിയിട്ടും കേന്ദ്രം വീണ്ടും സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു നടപടിയിലേക്കാണ് പോകുന്നത് എന്നുള്ള ആരോപണമാണ് ശക്തമാവുന്നത്. അസിത, ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.